നിങ്ങൾ UBO എന്ന് കേട്ടിട്ടുണ്ടോ? അൾട്ടിമേറ്റ് ബെനിഫിഷ്യൽ ഓണർ. UAE ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് UBO. പ്രത്യേകിച്ച് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് UAEയിലുള്ള ഏതെങ്കിലും ഒരു PRO അല്ലെങ്കിൽ ഒരു ഏജന്റിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നിർബന്ധമായും ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള കഴിവുള്ള ഒരു ഏജന്റ് മുഖേന ചെയ്യേണ്ടതും അവരുടെ സപ്പോർട്ടും ആവശ്യമാണ്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടേതായ ഒരു സ്ഥാപനമാണത്. ആ സ്ഥാപനത്തിൻ്റെ ലൈസൻസിൽ നിങ്ങളുടെ ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ക്യാപിറ്റൽ എന്താണ്, ഇതിൻ്റെ പാർട്ട്നേഴ്സിന്റെ ഷെയർ വാല്യൂ എത്രയൊക്കെയാണ്, എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിലും എമിഗ്രേഷനിലും ലേബറിലും കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ്, ഇമെയിൽ ID ഇതൊക്കെ ആരുടേതാണ്, ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിനെ അന്വേഷിക്കാറുണ്ടോ? എൻ്റെ അറിവിലും പരിചയത്തിലും ധാരാളം കമ്പനികൾ, ഒരുപാട് ഓണേഴ്സ് ഈ കാര്യത്തിൽ ബോധേഡല്ലാതെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാത്ത അല്ലെങ്കിൽ ഇതുമായി യാതൊരു ബന്ധവും കാണിക്കാത്ത നിരവധി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ക്ലയൻറ്റ് എന്നെ ബന്ധപ്പെടുകയുണ്ടായി. നിയമപരമായി എല്ലാ കാര്യങ്ങളെയും വളരെ കൃത്യമായി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തിയുടെ ഒരു കമ്പനിയാണ്. പക്ഷേ അദ്ദേഹത്തിന് എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 50,000 ദിർഹംസിൻ്റെ ഫൈൻ വന്നു. എങ്ങനെയാണ് ആ ഫൈൻ വന്നത് എന്ന് അദ്ദേഹത്തിന് അന്വേഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാതെയാണ് എന്നെ ബന്ധപ്പെട്ടത്. നമ്മുടെ ടീം അത് ചെക്ക് ചെയ്തപ്പോൾ സാധാരണ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത, വലിയൊരു വില കൊടുക്കാത്ത ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ പേരിലാണ് ഈ ഫൈൻ വന്നിരിക്കുന്നത്. നമ്മൾ UAEയിൽ ലൈസൻസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അമെൻഡ് ചെയ്യുകയോ റിന്യൂ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കമ്പനി ഓണറുടെ മൊബൈലിൽ ഒരു ലിങ്ക് വരാറുണ്ട്, ബെനിഫിഷ്യറി ലിങ്ക്. ഇതിൽ നമ്മുടെ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യൽ നിർബന്ധമാണ്. ഇത് എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫ്രീ സോൺ അതോറിറ്റി നമുക്ക് തരുന്ന ഈ ലിങ്ക് പൂർണ്ണമായി പൂരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് വളരെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് വലിയൊരു ഭവിഷ്യത്ത് വരാനുണ്ട് എന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് വിഷയം എന്ന് വെച്ചാൽ ഇത് AML ആൻറ്റി മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് UBO സിസ്റ്റം പൂർണ്ണമായി മോണിറ്റർ ചെയ്യുന്നത്. നമ്മുടെ ഫൈനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇടപാടുകളെയും വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതിലുണ്ട്. 2020 ഓഗസ്റ്റ് 28-നാണ് UBO ഒരു നിയമമായി UAEയിൽ നടപ്പിലാകുന്നത്. ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റികൾ ഒഴികെയുള്ള മുഴുവൻ കമ്പനികളും UBO റെഗുലേഷൻസ് നടപ്പിലാക്കൽ നിർബന്ധമാണ്. UBO രജിസ്റ്റർ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ നിയമങ്ങൾ കൃത്യമായി പാലിക്കാതിരിക്കുകയോ നമ്മുടെ ഡീറ്റെയിൽ കറക്റ്റായി ഫില്ല് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ 50,000 ദിർഹംസ് മുതൽ 100,000 ദിർഹംസ് വരെ ഫൈൻ ഇടാനുള്ള സാധ്യതയുമുണ്ട്. ഇവിടെ ഒരു മീഡിയം ലെവലിൽ ബിസിനസ് ചെയ്യുന്ന ഒരു SME ലെവലിലൊക്കെയുള്ള ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഓഫീസിൻ്റെ സംവിധാനത്തിൽ ഒരു HR ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു PRO ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിയമപരമായ മുഴുവൻ കാര്യങ്ങളെയും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു അഡ്വൈസിങ് സംവിധാനം നിർബന്ധമായി ഇവിടെ സൂക്ഷിക്കണം. ഇവിടെ ബിസിനസ് ചെയ്യുമ്പോൾ ഇവിടുത്തേതായ ചില നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്, ചില ചട്ടങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അതിൽ ഓരോ കാര്യങ്ങളും നമ്മുടെ ഫൈനാൻസ് എവിടുന്ന് വന്നു, നമ്മൾ ഏത് രൂപത്തിലാണ് ഈ ഇടപാടുകൾ നടത്തുന്നത്, ഏതൊക്കെ ടീമിനോടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്, നമ്മുടെ ബാങ്കിലേക്ക് വരുന്ന പേയ്മെൻറ്റ് ഏതൊക്കെയാണ്, ഇതിൻ്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യൽ ഓണർ ആരാണ്, ഈ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം ഇവിടെയുണ്ട്. ഇതിൽ വളരെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ലൈസൻസ് ആയിരിക്കാം, നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻറ്റ് മുഖേന എടുത്ത ഒരു ലൈസൻസ്, ചിലപ്പോൾ അതിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. വെരിഫിക്കേഷൻ വരുമ്പോൾ ഈ UBOയിൽ കൊടുത്തിരിക്കുന്ന അൾട്ടിമേറ്റ് ബെനിഫിഷ്യൽ ഓണറിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്കാണ് കോൾ വരിക. കോൾ അറ്റൻഡ് ചെയ്യുന്ന ആൾ നിങ്ങളുടെ കമ്പനിയുടെ ആളല്ല എന്നാണ് പറയുന്നതെങ്കിൽ പൂർണ്ണമായും ഇതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും, ഇതിൻ്റെ ഫൈൻ നിങ്ങൾ കെട്ടേണ്ടി വരും, ഇതിൻ്റെ വാർണിംഗ് ലെറ്റർ നിങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ റീച്ച് ചെയ്യാനുള്ള, നിങ്ങളെ ബന്ധപ്പെടുവാനുള്ള മൊബൈൽ നമ്പർ, ഇമെയിൽ ID അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും കൃത്യമായും നിങ്ങളുടേതാണ് എന്ന് ഉറപ്പുവരുത്തുവാനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കണം.